ഏത് വീട്ടിൽ ചെന്നാലും ഒരു റൂമിലേക്ക് കയറിയാൽ ഉസ്താദ് ആദ്യം ചോദിക്കുന്നത് ഖിബില എങ്ങോട്ടാണ് എന്നാണ്. ആ ഖിബില എങ്ങോട്ടാണെന്ന് വീട്ടുകാരൻ പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു മുസല്ല വിരിക്കാൻ വേണ്ടി പറയും. ആ മുസല്ല അവിടെ വിരിച്ചു കഴിഞ്ഞാൽ അത് രാത്രി ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ മുസല്ലയിലിരുന്ന് നിസ്കരിച്ച് പിന്നെ ബാക്കിയുള്ള ഒരു സമയമുണ്ട്. അപ്പോഴൊന്നും റൂമിൽ ലൈറ്റ് ഇല്ല, ഞങ്ങളൊക്കെ ഉറങ്ങാണ്, റൂമിൽ ആ സമയത്തൊന്നും ലൈറ്റ് ഇല്ല. അങ്ങനെ ആ ഇരുട്ടത്ത് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ചൊല്ലുന്ന ദുആ, അതേപോലെ തന്നെ സ്വലാത്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമക്കൊരു ദുആ ഉണ്ട്. ആ ദുആ അറബിയിൽ കുറെ ദുആ ഇറക്കും. അതിനുശേഷം പിന്നീട് ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ഒരാളുമില്ലാത്ത ആ ഇരുട്ടിലിരുന്നു കൊണ്ട് ഉസ്താദ് ദുആ ചെയ്യുന്നത് പ്രധാനമായ ഒരു ദുആ, പല ദുആകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദുആ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും SYSന്റെയും SSFന്റെയും എന്ന് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഭാഷയാണ്. ഉസ്താദ് പറയല് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ നീ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവർക്ക് ഐശ്വര്യം കൊടുക്കണം, അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണം, അവർക്ക് ആദർശബോധം ഉണ്ടാക്കി കൊടുക്കണം, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന്, സിഹറിൽ നിന്ന്, ഹസദിൽ നിന്ന് അവരെ സലാമത്താക്കണം എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഉസ്താദ് ദുആ ചെയ്യും. അത് കേട്ട് ഞാൻ പലപ്പോഴും കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. എന്താ ചെയ്ത് കാന്തപുരത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ പറഞ്ഞാലും തീരൂല. ഇത് ഒരു ഗ്രന്ഥമാക്കി പ്രസിദ്ധീകരിച്ചാലും വാള്യകൾ വേണ്ടി തരത്തില്ല. ഏറ്റവും അവസാനം ഇപ്പൊ കാന്തപുരം 5 കോടി രൂപ ഒരു മഹത്തായ സ്ഥാപനവും പള്ളിയും ബാങ്കിൽ പലിശക്ക് പണയം വെച്ചിട്ട്, സ്വന്തം മകന് വേണ്ടി പണയം വെച്ചിട്ട് കോടികൾ ഇവിടെ പലിശയാക്കി കടെടുത്തു എന്ന് പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ നായകനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ചെയ്തത്. ആ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിച്ചാൽ ഇത് വെച്ചിട്ട് മാത്രം, കാരണം സുന്നിന്റെ നേതാവ് ഇദ്ദേഹം എങ്ങനെ ചെയ്യണേ, സുന്നികൾ പോക്ക ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് അകത്ത് നിന്ന് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ദുശക്തിയാണ് കാന്തപുരത്തിന്റെ ഈ വിഘടിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് INL എതിർക്കാൻ മുസ്ലിം ലീഗ് എന്തൊക്കെ ചെയ്യുന്നോ അതിലപ്പുറം ഇത് മതപരമായ കാര്യമായതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ കാന്തപുരത്തിന് എതിർക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യും. അതേസമയം മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ കക്ഷികളുടെ പരിപാടികളിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മൊത്തം മുസ്ലിം സമൂഹത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടി ആയതുകൊണ്ട് അവരെ ചടങ്ങുകൾ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ചും മന്ത്രിമാർക്ക്, ഇത് ഇത്തരം ഒരാളായതുകൊണ്ട് ഇവരെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും, ഇന്ന് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മന്ത്രിമാർ പോലും കാരന്തൂർ മർക്കസ് എന്ന ഈ വലിയ കേന്ദ്രത്തിൽ ഇന്ന് വരെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തേ പങ്കെടുക്കാത്ത? പാർട്ടി സമീപന, സമസ്ത കേരള ജംഇയ്യത്തുൽ താല്പര്യ, അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിന്റെ ദുരൂഹത ആർക്കും, അതിന്റെ അവ്യക്തത ആർക്കുമുള്ള വിഷയമല്ല, ദുരൂഹതയുള്ള വിഷയമല്ല. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.